ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി കോടതി തള്ളി. പ്രതിയല്ലാത്തതിനാൽ മുൻകൂർ ജാമ്യം അസാധ്യം. UAPA വകുപ്പും തടസ്സം. ലാവലിൻ കേസിൽ പിണറായിയെ കുറ്റവിമുക്തനാക്കിയ വിധിയുടെ നിലനിൽപ്പ് സംശയാസ്പദമെന്ന് ഹൈക്കോടതി. സർക്കാർ ഉപഹർജിയിലെ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ. ഹൈദരാബാദ് സർവകലാശാലയിലെ ദലിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ രാജ്യമെങ്ങും പ്രതിഷേധാഗ്നി. രോഹിത്തിനെതിരെ നടപടിയെടുക്കാൻ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയതിന് തെളിവ് പുറത്ത്. ആത്മഹത്യയിൽ കേന്ദ്രമന്ത്രിക്കും പങ്കെന്ന് രാഹുൽ ഗാന്ധി. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ട എന്ന് സോളാർ കമ്മീഷന്റെ തീരുമാനം. അന്തിമ റിപ്പോർട്ട് ഏപ്രിൽ 27-നകം. അടുത്തയാഴ്ച ഹാജരാകാൻ സരിതയ്ക്ക് നിർദ്ദേശം. സരിതയെ വിസ്തരിക്കാൻ ബിജുവിന് അനുമതി. സരിതയുടെ കത്തിലെ രഹസ്യ സ്വഭാവം നഷ്ടമായെന്ന് കമ്മീഷൻ. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ വിജിലൻസിനെതിരെ ആഞ്ഞടിച്ചു പ്രതിപക്ഷം. വിജിലൻസ് എന്ന തട്ടിപ്പ് സംഘത്തെ പിരിച്ചുവിടണമെന്ന് VS. അയോഗ്യരുടെ ഭരണത്തിന്റെ ഫലമെന്ന് പിണറായി. വിജിലൻസ് കക്ഷിയല്ലാത്ത കേസിലാണ് വിമർശനമെന്ന് ചെന്നിത്തല. പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് അരങ്ങുണർന്നു. സാംസ്കാരിക പൈതൃകം വിളിച്ചോതി വർണ്ണാഭമായ ഘോഷയാത്ര. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജന്റെ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. പ്രതിയല്ലാത്തതിനാൽ മുൻകൂർ ജാമ്യം നൽകാനാകില്ലെന്ന് കോടതി അറിയിച്ചു. UAPA നിലനിൽക്കുന്ന കേസായതിനാൽ ജാമ്യം നൽകുന്നതിൽ സാങ്കേതിക തടസ്സവുമുണ്ട്. മുൻപ് ജാമ്യം നിഷേധിച്ചപ്പോഴുള്ള അതേ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് കോടതി പറഞ്ഞു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് അനിൽകുമാറാണ് പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. CPIഎമ്മിന് കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ നടപടി. UAPA നിലനിൽക്കുന്ന കേസായതിനാൽ മുൻകൂർ ജാമ്യം നൽകുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. മുമ്പ് ജാമ്യം നിഷേധിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ഇതേ വാദങ്ങൾ തന്നെയാണ് CBI ഇന്നലെ കോടതിയിൽ ഉന്നയിച്ചതും. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായാണ് CBI നീങ്ങുന്നതെന്നും പി ജയരാജനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുമെന്നും CPIഎം നേതാവ് AN ഷംസീർ പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് ജയരാജേട്ടനെ പ്രതി ചേർക്കണമെന്നുള്ള ആസൂത്രിതമായ നീക്കം നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ CPM അതിജീവിച്ച് മുന്നോട്ട് പോകും. കേസിലെ തുടർ നിയമ നടപടികളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പി ജയരാജന്റെ അഭിഭാഷകൻ വിശ്വൻ വ്യക്തമാക്കി. ആ ഉത്തരവിൽ പി ജയരാജൻ പ്രതിയല്ലെന്നുള്ള CBIയുടെ നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെയുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ പരിശോധന, വിശദമായ ചർച്ച കോടതി സംബന്ധിച്ച് നടത്തിയിട്ടില്ല. CBI ഇനിയെടുക്കുന്ന തീരുമാനങ്ങളാകും കേസിൽ നിർണായകമാവുക. പി ജയരാജനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളാകും ഇനി CBI കൈക്കൊള്ളുക. ഇതിനെ CPIഎം എങ്ങനെ പ്രതിരോധിക്കുന്നുവെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറമാൻ ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ. ഈ വിഷയത്തിൽ ശ്രീ AN ഷംസീർ, ശ്രീ MT രമേശ്, ശ്രീ K സുരേന്ദ്രൻ, കണ്ണൂർ DCC പ്രസിഡന്റ് എന്നിവർ. ആദ്യം ശ്രീ AN ഷംസീർ, CBIയെ കുറിച്ച് ആരോപിക്കുന്നത് പോലെയുള്ള താല്പര്യം കോടതിയിൽ ആരോപിക്കാൻ സാധിക്കില്ലല്ലോ. കോടതി ഇക്കാര്യത്തിൽ പി ജയരാജനും മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഇനി CBIയുമായി സഹകരിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ കേസിനകത്ത് CBI ഇന്നലെ വാദം നടക്കുമ്പോൾ പറഞ്ഞ കാര്യം, ആസ് ഓൺ ഡേറ്റ് ഹി ഈസ് നോട്ട് ആൻ അക്യൂസ്ഡ് എന്നാണ്. സ്വാഭാവികമായും അക്യൂസ്ഡ് അല്ലാത്ത ഒരാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കേണ്ട സാഹചര്യമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പം ഈ കേസിനകത്ത് 212 വിറ്റ്നസ്സുകളാണ്. 212 വിറ്റ്നസ്സിൽ PW1 അത് ശശിധരൻ എന്ന് പറഞ്ഞാൽ RSSന്റെ ജില്ലാ കാര്യവാഹകാണ്. അദ്ദേഹത്തെ CBI ഒരു തവണ ചോദ്യം ചെയ്തു, 2 തവണ ലോക്കൽ പോലീസ് ചോദ്യം ചെയ്തു. ഈ 2 ചോദ്യം ചെയ്യലും ഒപ്പം CBIയുടെ ചോദ്യം ചെയ്യലും ഇദ്ദേഹം ഈ കേസ് എന്തിന്റെങ്കിലും റിട്ടാലിയേഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഈ കേസിൽ 212 സാക്ഷികളും പി ജയരാജന്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഇതിനകത്ത് പി ജയരാജനെ പ്രതി ചേർക്കണമെന്ന് പരാമർശിക്കുന്നത് മോഹൻ ഭാഗവത്താണ്, RSS സമ്മർദ്ദത്തിന്റെ ഭാഗമായി. ഇപ്പൊ നിങ്ങൾക്കറിയാം ഭരിക്കുന്നത് BJP ആണ്. അതല്ല ശ്രീ AN ഷംസീർ, അതിൽ രാഷ്ട്രീയം നിങ്ങൾക്ക് ആരോപിക്കാം. പക്ഷേ ഇവിടെ CBI നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പി ജയരാജനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ മൊഴി കൊടുക്കേണ്ടതുണ്ട്. CBI അതിന്റെ കുറ്റപത്രത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കേസ് അന്വേഷണം ആ ആംഗിളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പി ജയരാജൻ മൊഴി നൽകുന്നതിൽ നിന്ന്, CBIയുടെ ചോദ്യങ്ങൾ നേരിടുന്നതിൽ നിന്ന് എന്തിന് ഒഴിഞ്ഞു മാറണം? അതാണ് പ്രശ്നം. ഇവിടെ അഭിലാഷിനോട് ചോദിച്ചു, അത് രാഷ്ട്രീയം എന്ന് അഭിലാഷ് പറഞ്ഞല്ലോ. അതിന് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണ്. അഭിലാഷ് പറഞ്ഞ വാക്ക് രാഷ്ട്രീയം എന്ന വാക്ക് അത് നിങ്ങൾ പറയുന്നെന്ന് പറയുമ്പം CBI ഇവിടെ പൊളിറ്റിക്കൽ ഗെയിം കളിക്കുകയാണ്. ആരാണോ അവരുടെ യജമാനന്മാർ, ആ യജമാനനുസരിച്ച് അവർ തുള്ളുകയാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പൊ പി ജയരാജനെ റോങ്ലി ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമം നടക്കുന്നത്. അതിന്റെ ഭാഗമാണ് ചോദ്യം ചെയ്യുക. ഇപ്പൊ ചോദ്യം ചെയ്യലിന് 7 മണിക്കൂർ അദ്ദേഹം വിധേയമായല്ലോ. ഇതിനകത്ത് 7 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ഒന്നും കിട്ടാത്ത എന്താ പുതിയവർ കിട്ടാൻ പോകുന്നത്?
ഇവിടെ ഇപ്പം ചോദ്യം ചെയ്യലിന് പോകണമോ വേണ്ടി എന്നുള്ളത് നിയമവിദഗ്ധന്മാരെയും ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഈ കേസിനകത്ത് CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയെ പ്രതി ചേർക്കണം എന്നതിന് ഇങ്ങനെ വാശി. അല്ല, അതാണ് ആ കാര്യത്തിൽ CPIM-ന് ചോദിക്കാനുള്ളത്. ശ്രീ കെ സുരേന്ദ്രൻ, ഇന്നിപ്പോൾ കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത് മുൻപ് ജൂൺ മാസത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴുള്ള അതേ സാഹചര്യമാണ് ഇപ്പോഴും എന്നാണ്. CBI ഈ കാര്യത്തിൽ കോടതിയിൽ വ്യക്തമാക്കിയത് ഈ ഘട്ടത്തിൽ P. ജയരാജനെ പ്രതി ചേർക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ P. ജയരാജൻ പ്രതിയല്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി അദ്ദേഹത്തിന് നോട്ടീസ് നൽകുക, അദ്ദേഹം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടേക്കും, അദ്ദേഹം അറസ്റ്റിലാകും എന്ന തരത്തിലുള്ള പ്രതീതി വരിക, ഇതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് സീസൺ കൂടിയാണല്ലോ. CPIM ആരോപിക്കുന്നത് പോലെ CBI ഇവിടെ ഒരു രാഷ്ട്രീയ ആയുധമാണോ? CBI ആയാലും പോലീസായാലും അവർ അവരുടെ ജോലി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ശ്രീ P. ജയരാജൻ എന്തിനാണ് ഭയപ്പെടുന്നത്? CBI അദ്ദേഹത്തെ വിളിക്കുകയാണ്, നോട്ടീസ് കൊടുത്ത് വിളിക്കുകയാണ്. ഒരു തവണ അദ്ദേഹം തിരുവനന്തപുരത്ത് CBI കോടതിയിൽ ഹാജരായി. അവിടെ ചോദ്യം ചെയ്തു, തെളിവുകളൊന്നും ഉണ്ടായില്ല. തുടർന്ന് പിന്നീട് തെളിവുകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള സമയം അനുവദിച്ചു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായി CBI വിളിച്ചാൽ അദ്ദേഹം പോയി അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ ഇതിന് മറ്റ് വിഷയങ്ങളൊന്നുമില്ലല്ലോ. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ എന്തിനാണ് നൽകുന്നത്? അദ്ദേഹം പ്രതിയല്ലല്ലോ. കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിയല്ലാത്ത ജയരാജൻ എന്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത്? ഒന്ന്. രണ്ടാമത്തത്, CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അദ്ദേഹം നേരെ CBI കോടതിയിൽ പോയി സത്യസന്ധതയോടെ ഞാൻ അതിൻ്റെ അകത്തില്ല, ഞാൻ നിരപരാധിയാണ്, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആരായാലും ബാധ്യതയുണ്ടല്ലോ. ഒഴിഞ്ഞു മാറുന്നതാണ് ജയരാജൻ പ്രതിയാണോ എന്ന് പൊതുസമൂഹം സംശയിച്ചു പോകുന്നത്. കതിരൂർ മനോജ് വധക്കേസ് ഉണ്ടായി. ആ വധക്കേസിന്റെ അകത്ത് ജയരാജന്റെ പേരും ജയരാജന്റെ പേരോട് ചേർന്നുള്ള സംശയങ്ങളും വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് വാർത്താ ദൃശ്യ മാധ്യമങ്ങളിൽ നിരവധി തവണ വന്നു. ശരി, അതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ MT രമേശ്, ഇവിടെ CBI രാഷ്ട്രീയം കളിക്കുകയാണോ? CBI കോടതിയിൽ വ്യക്തമാക്കിയ കാര്യം ഈ ഘട്ടത്തിൽ P. ജയരാജനെ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. പ്രതി ചേർക്കാൻ ആസ്പദമായ തെളിവുകൾ സ്വാഭാവികമായും CBIയുടെ പക്കൽ ഈ ഘട്ടത്തിൽ ഇല്ല. പക്ഷേ അദ്ദേഹം P. ജയരാജൻ ഹാജരാകണം എന്ന് CBI നോട്ടീസ് നൽകുന്നു. CPIM കരുതുന്നത് ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്നാണ്. അതിനനുസരിച്ചാണല്ലോ അവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്തത്. ഇവിടെ CBIയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറ്റപത്രത്തിൽ തന്നെ P. ജയരാജൻ്റെ പേര് അവിടെ ഇവിടങ്ങളിലൊക്കെ പുട്ടിന് പീര പോലെ ചേർത്തിരുന്നു. ഇതിനോടകം ഈ ഗൂഢാലോചന ആംഗിളിൽ തെളിവുണ്ടായിരുന്നു എങ്കിൽ CBIക്ക് അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാകുമ്പോൾ രാഷ്ട്രീയം കളിക്കുകയാണോ? രാഷ്ട്രീയം കളിക്കുന്നത് CBI അല്ലല്ലോ, രാഷ്ട്രീയം കളിക്കുന്നത് CPM ആണ്. CBI ഒരു കൊലപാതക കേസ് അന്വേഷിക്കുകയാണ്. ആ കൊലപാതക കേസിൽ CBI സംശയമുള്ളവരെ എല്ലാവരെയും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുന്ന എല്ലാവരും പ്രതികളാകണമെന്ന് നിർബന്ധമില്ല. ചോദ്യം ചെയ്യുന്നത് CBIക്ക് കിട്ടുന്ന അവരുടെ മുമ്പിലുള്ള ചില വസ്തുതകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തിട്ട് അവർക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രതി ചേർക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യാൻ ഒരു അന്വേഷണ ഏജൻസി വിളിക്കുമ്പോൾ ആ ഏജൻസിക്ക് മുമ്പായ ഹാജരായി പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുക. P. ജയരാജൻ എന്താ രണ്ടര നിയമമുണ്ടോ? ഈ രാജ്യത്തെ എല്ലാവർക്കും ഉള്ളതുപോലെ നിയമം മാത്രമേ P. ജയരാജനുള്ളൂ. CBI ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന എല്ലാവരും ചോദ്യം ചെയ്യാൻ വിധേയമാകാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. എന്താ ജയരാജന് മാത്രം വിന്നിഷ്ടം? ആ വിന്നിഷ്ടത്തിന്റെ കാരണം ജയരാജൻ എന്തോ ഭയമുണ്ട് എന്നുള്ളതാണ്. CBIയുടെ മുമ്പിൽ ചോദ്യം ചെയ്യാൻ ഇരുന്നു കൊടുത്താൽ CBIയുടെ ചോദ്യം ചെയ്യുന്ന വിധേയമായാൽ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് എന്തെങ്കിലുമൊക്കെ പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടല്ലേ ജയരാജൻ ചോദ്യം ചെയ്യുന്ന ഒഴിവാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം കളിക്കുന്ന CBI ആണ്. ഒരു കേസന്വേഷണത്തോട് സഹകരിക്കാൻ തീരുമാനിച്ചാൽ ആ അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുമ്പോൾ ചെല്ലുക എന്നുള്ളതാണ്. അതിനു പകരം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോകുന്നത് പരിഹാസ്യമാണ്. CPM-ന് രാഷ്ട്രീയമുണ്ട്, P. ജയരാജന് ഇതിലെന്തോ ഭയപ്പെടാനുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ശ്രീ എൻ ഷംസീർ, ഇക്കാര്യത്തിൽ P. ജയരാജന് ഭയപ്പെടാൻ എന്താണുള്ളത്? ഇവിടെ ചോദ്യം ചെയ്യണം എങ്കിൽ, മൊഴിയെടുക്കണം എങ്കിൽ പ്രതിയാകണം എന്ന നിർബന്ധമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കൊലക്കേസിലെ ഒന്നാം പ്രതി വിക്രമൻ P. ജയരാജനുമായി അടുപ്പമുള്ള ആളാണ്, P. ജയരാജന്റെ നാട്ടുകാരാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ കേസിന്റെ അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായും CBIക്ക് P. ജയരാജന്റെ മൊഴിയെടുക്കേണ്ടി വരും, P. ജയരാജനെ ചോദ്യം ചെയ്യേണ്ടി വരും. അതിനോട് സഹകരിക്കില്ല എന്ന നിലപാട് എന്തിനെടുക്കണം? അതാണ് അത്ഭുതകരം. P. ജയരാജൻ ഈസ് നോട്ട് എ ഫ്യൂജിറ്റീവ്. ഹി ഈസ് ഹിയർ. അയാൾ കണ്ണൂരിൽ തന്നെ ഉണ്ട്. CPIന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം CBIക്ക് മുന്നിൽ ഹാജരായിട്ടുമുണ്ട്. 7 മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുമുണ്ട്.
പിന്നെ ആന്റിസിപ്പേറ്ററി ബെയിൽ എന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്തുള്ള ഒരു കാര്യമാണ്. ഏതൊരു വ്യക്തിക്കും നാളെ അഭിലാഷിന് വേണമെങ്കിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാം, നാളെ കെ സുരേന്ദ്രന് കൊടുക്കാം, എം ടി രമേശിന് കൊടുക്കാം. അദ്ദേഹത്തിന് റൈറ്റ് ആണ്. അതിന്റെ ഭാഗമായി നിയമപരമായി ഞങ്ങൾ ഫൈറ്റ് നടത്തും. ഇവിടെ നിങ്ങൾ കാണേണ്ടത് CBI പൊളിറ്റിക്സ് കളിക്കുകയാണ്. CBI is playing to the hands of BJPയുടെ കയ്യിൽ കളിക്കുകയാണ്, ട്രസ്റ്റിന്റെ കയ്യിൽ കളിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോ ഇവിടെ നടക്കുന്ന ഓരോ നീക്കങ്ങളും. ഇവിടെ ഈ 212 സാക്ഷികളിൽ ചോദ്യം ചെയ്തിട്ട് ഒരു രേഖ കിട്ടിയിട്ടില്ല ഇതുവരെ. ഇവർ തന്നെ ആസ് ഓൺ ഡേറ്റ്, ഇന്നലെ CBIയുടെ പ്രോസിക്യൂട്ടർ കൃഷ്ണകുമാർ കോടതിയിൽ പറഞ്ഞ കാര്യമാണ്, ആസ് ഓൺ ഡേറ്റ് ഈസ് നോട്ട് എൻ അക്യൂസ്ഡ്, അയാൾ പ്രതിയല്ല എന്നുള്ളതാണ്. ഇവിടെ ചോദ്യം ചെയ്യലിന് വിധേയമാകണോ വേണ്ടി എന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ചെയ്യും. ഇദ്ദേഹം ഹാജരായിട്ടുണ്ട്. പിന്നെ P. ജയരാജന് മുൻകൂർ ജാമ്യത്തിൽ പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് അത് കെ സുരേന്ദ്രനല്ല, അത് P. ജയരാജനും P. ജയരാജന്റെ പാർട്ടി CPIയുമാണ്. അദ്ദേഹം നിയമപരമായി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അത് സുരേന്ദ്രൻ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് പാർട്ടി ആലോചിച്ച് പാർട്ടി തീരുമാനിക്കും. പാർട്ടി നിയമ ഉപദേശകന്മാരുമായി വിദഗ്ധന്മാരുമായി അഭിപ്രായം ശേഖരിക്കും. ഇവിടെ അഭിലാഷ് ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തിനാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ഈ എന്തുകൊണ്ട് ഇവിടെ 2 നിയമം ഒരു ചോദ്യമാണ്. ഇവിടെ ചോദിച്ചല്ലോ എം ടി രമേശ് 2 നിയമത്തെക്കുറിച്ച്. ഇവിടെ മനോജിന്റെ കൊലപാതകത്തിന് ശേഷം ഒരു കൊലപാതകം നടന്നിരുന്നു പാനൂരിലെ പൊയിലൂരിൽ. P. ജയരാജനെ പ്രതി ചേർക്കാൻ പറയുന്ന കാരണങ്ങൾ P. ജയരാജന്റെ വീട്ടിന്റെ അടുത്ത് വെച്ച് മനോജ് കൊല്ലപ്പെട്ടു എന്നാണ്. അങ്ങനെങ്കിൽ അതേ യുക്തി BJPയുടെ ജില്ലാ പ്രസിഡന്റ് സത്യപ്രകാശിന്റെ നാട്ടിൽ വെച്ച് പള്ളിച്ചാൽ വിനോദൻ കൊല്ലപ്പെട്ടാൽ അത് ബാധകമാവണ്ടേ? എന്തുകൊണ്ട് പള്ളിച്ചാൽ വിനോദൻ കൊല്ലപ്പെട്ടപ്പോൾ സത്യപ്രകാശ് പ്രതിയാവുന്നില്ല? ഈ ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ലേ? അതെ, അതാണ് കെ സുരേന്ദ്രൻ. അക്കാര്യത്തിൽ സർക്കാർ കൂടി മറുപടി പറയേണ്ടതുണ്ട്. കാരണം കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇതാദ്യത്തേതല്ല. മനോജിന്റെ കൊലപാതകം മാത്രമല്ല കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ കണ്ണൂരിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇല്ലാത്തതുപോലെ ഇവിടെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം, 2 അതിഗുരുതരമായ ദേശവിരുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് ചുമത്തുന്ന UAPA ആദ്യമേ തന്നെ ഈ കേസിൽ ചുമത്തപ്പെടുന്നു. ബോംബ് എറിഞ്ഞിട്ടുണ്ട്, സ്ഫോടക വസ്തുക്കളുടെ ഉപയോഗമുണ്ട് എന്നൊക്കെയാണ് അതിന് പറഞ്ഞ ന്യായം. അങ്ങനെ മറ്റ് കൊലപാതകങ്ങളെ പരിഗണിക്കുന്ന രീതിയിലല്ലാതെ ഈ കൊലപാതകം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. അവിടെയാണ് CPIM ഇവിടെ P. ജയരാജൻ എന്ന ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ CPIMനെ സംബന്ധിച്ച് ഏറ്റവും ശക്തിയുള്ള ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ CPIMനെ നയിക്കുന്ന P. ജയരാജനെ നശിപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കേസെന്ന് ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ P. ജയരാജനെ നശിപ്പിക്കുന്ന വിഷയം എവിടെയാണ് ഉദിക്കുന്നത്? ഇവിടെ പകൽ വെളിച്ചം പോലെ കതിരൂർ മനോജ് എന്ന് പറയുന്ന ഒരു RSSകാരനെ അല്ലെങ്കിൽ BJPക്കാരനെ അദ്ദേഹത്തെ ബോംബ് എറിഞ്ഞ് അതിനുശേഷം വെട്ടി നുറുക്കി കൊന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് നേതൃത്വം കൊടുത്ത ആള് ആരാണ് എന്നതിനെ സംബന്ധിച്ചാണ് വിഷയം. വിക്രമനാണ് ആ കേസിലെ പ്രതിയായിരിക്കുന്നത്. വിക്രമന് ബോംബേറിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബോംബറിൽ പരിക്ക് പറ്റിയ വിക്രമൻ P. ജയരാജന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അതിൽ പാർട്ടിക്ക് 2 അഭിപ്രായമില്ല. ആ വിക്രമനെ കൊണ്ടുപോയി ചികിത്സ നടത്തിയത് പയ്യന്നൂരിലെ സഹകരണ ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് വിക്രമൻ എന്നുള്ള പേര് മാറ്റിയിട്ടാണ് എന്ന് ആ ആശുപത്രിയിലെ ഡോക്ടർ തന്നെ CBI മുമ്പാകെ മൊഴി നൽകുന്നു. ഒരു തിരക്കഥ പോലെ ഒരുപാട് വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ കൊലക്കേസ് എന്നുള്ളതാണ് വിഷയം. അവിടെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആ വീട് സന്ദർശിക്കുന്നു. സ്വാഭാവികമായും BJPക്കാരന്റെ മരണം എന്ന നിലയിൽ BJP ആ വിഷയത്തിന്റെ അകത്ത് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ UAPA ചുമത്തിയതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ, രാജ്നാഥ് സിംഗിന്റെ സന്ദർശനവും അതും തമ്മിൽ എന്താണ് ബന്ധം? UAPA ഈ ഒരു കേസിൽ ചുമത്തുന്നു. സമാനമായ തരത്തിൽ ബോംബെറിഞ്ഞ് വെട്ടിക്കൊല്ലുക എന്ന രാക്ഷസീയത കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടങ്ങളിലൊന്നും ഇല്ലാത്ത UAPA ഇവിടെ വരുന്നു. വിക്രമൻ കിഴക്കേ കതിരൂരുകാരനാണ്, അല്ലെങ്കിൽ പാർട്ട് ടൈം സർവീസ് സൊസൈറ്റിയിലെ ജോലിക്കാരനാണ് എന്നതുകൊണ്ട് P. ജയരാജന് ഈ കേസിൽ പങ്കുണ്ടാകണം എന്നില്ലല്ലോ. ഇവിടെ കൃത്യമായി ജയരാജനെ ടാർഗറ്റ് ചെയ്യാനാണോ ഈ കേസ് എന്നുള്ളതാണ് സംശയം. ഒരിക്കലും അല്ലല്ലോ. അതെങ്ങനെയാണ് ജയരാജനെ ടാർഗറ്റ് ചെയ്യാനാണ് എന്ന് പറയുക? ജയരാജൻ ഇതുവരെ ഈ കേസിലെ പ്രതിയായിട്ടില്ലല്ലോ ഇതുവരെ. UAPA ചുമത്തിയത് ജയരാജന് നേരെ അല്ലല്ലോ. ആ കേസിലെ പ്രതികൾക്കെതിരെയാ. നിരവധി കൊലക്കേസുകളിലെ പ്രതികൾ ഉൾപ്പെടുന്ന ഒരു കേസ് എന്ന നിലയിൽ UAPA ചുമത്തിയിരിക്കാം. അതിനകത്ത് ജയരാജനെതിരെ ആ വകുപ്പ് ചേർത്ത് കേസെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ജയരാജൻ ഇപ്പോഴും കേസിലെ പ്രതിയല്ലല്ലോ. ജയരാജനെ CBI ഈ വിഷയത്തെപ്പറ്റി അന്വേഷിക്കാൻ 2ാം തവണ വിളിക്കുന്നു. ആരെ വേണമെങ്കിലും വിളിക്കാമല്ലോ. എന്നെ വിളിക്കാമല്ലോ, ഷംഷീറിനെ വിളിക്കാമല്ലോ, ആരെ വേണമെങ്കിലും വിളിക്കാമല്ലോ. ആ വിളിച്ച ആളുകൾ ഒന്ന് നേരിട്ട് പോയി ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു.
അതല്ലെങ്കിൽ ഭയപ്പെടുന്നു എന്ന് വരുമ്പോഴാണ്, അതിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു എന്ന് വരുമ്പോഴാണ് ആ കേസുമായി ബന്ധപ്പെട്ട ആളിൽ പൊതുസമൂഹത്തിന് സംശയത്തിന്റെ നിഴൽ വരുന്നത്. അതുകൊണ്ടാണ് ജയരാജൻ ഈ കേസിലെ പ്രതിയാണ്. ജയരാജനാണ് സംശയിക്കുന്നത്, ഷംസീറാണ് സംശയിക്കുന്നത്. ജയരാജനെ അറസ്റ്റ് ചെയ്തേക്കും എന്ന് ആരാ പറയുന്നത്? ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളാരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഭയം ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഒന്ന്, ഈ കേസിലെ CBIയുടെ കണ്ടെത്തൽ CPIM-ൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞുപോയി RSSൽ ചേരുന്നത് തടയാൻ, ആളുകളെ ഭയപ്പെടുത്താനും പാർട്ടി പ്രവർത്തകരുടെ മൊറയിൽ സംരക്ഷിക്കുന്നതിനും വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലയാണ് എന്നുള്ളതാണ്. അതിൽ ഈ വിക്രമൻ എന്നുള്ളത് ഒരു ഉപകരണം മാത്രമാണെന്ന് CBI കണ്ടെത്തിയിട്ടുണ്ട്. വിക്രമനും അറിയപ്പെടാത്ത മറ്റാളുകളും തമ്മിൽ ഇക്കാര്യത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഈ CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്ന അൺനോൺ പേഴ്സൺ P. ജയരാജനാണ് എന്ന ഭയം എന്തുകൊണ്ടാണ് CPIM-ന് ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭയവുമില്ല. ഇവിടെ അഭിലാഷ് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, CPM-ൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുന്നു. അതിന്റെ ഭാഗമായാണ് സഖാവ് P. ജയരാജൻ മുൻകൈ എടുത്തുകൊണ്ട് കൊലപ്പെടുത്തിയെന്നാണല്ലോ മനോജിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണല്ലോ ഇവിടെ ആളുകൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് CBI പറയുന്നത്. സ്റ്റോറിയാണ്, അതിലൊരു പ്ലാന്റഡ് സ്റ്റോറിയാണ് CBIയുടെ, അതൊരു പ്ലാന്റഡ് സ്റ്റോറിയാണ്. ഒരു CBI പോലത്തെ ഒരു സംവിധാനം ഒരു സ്റ്റോറി പ്ലാൻ ചെയ്യുമ്പോൾ അതിനാവശ്യമായ ഗ്രൗണ്ട് കൂടി ഉണ്ടാക്കണ്ടേ? തലശ്ശേരിയിൽ വെച്ച് കൂട്ടത്തോടെ CPM എന്ന ആളുകൾ BJP-യിലേക്ക് പോയി. ഏതോ ഒരു ആഗസ്റ്റ് മാസം 25-ന് എന്നാണ് ആരോപണം. നിങ്ങൾ അതിന്റെ റിപ്പോർട്ടർ ചാനലുണ്ട്, മാധ്യമങ്ങളുണ്ട്, പ്രിന്റ് മീഡിയാസ് ഉണ്ട്. നിങ്ങൾ അതിന്റെ പിറ്റേന്നുള്ള എല്ലാ മാധ്യമങ്ങളും വരതോ? അതിനകത്ത് എവിടെയാണ് ഇങ്ങനെ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കുള്ളത്? CPM നിന്ന് ഒരാൾ പോലും പോയാലും ആഘോഷിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ അത്തരമൊരു ആഘോഷം നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ CBIയെ കുറിച്ച് നേരത്തെ ജസ്റ്റിസ് RM ലോധ പറഞ്ഞ CBI is a caged parrot speaking in its master's voice എന്നുള്ള കാര്യം ഫലപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. CBI എന്ന് കേട്ട നിങ്ങൾ വിചാരിക്കേണ്ട ഒരു അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിയാണ്. അവർക്ക് ഒരു അന്വേഷണത്തിന്റെ മികവും ഇല്ലാത്ത ഒരു സംഘം ആളുകളാണ്. അല്ല, അതൊക്കെ വേറെ കാര്യം. CBIയെ സംബന്ധിച്ച് ഇനി ഈ കേസിൽ കോടതിയിൽ ബോധിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അത് കോടതിയിൽ ചോദ്യം ചെയ്യാമല്ലോ. ഒരു നിമിഷം, ശ്രീ MT രമേശ്, ഇവിടെ നേരത്തെ K. സുരേന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായി, ആഭ്യന്തരമന്ത്രി തന്നെ കേരളം സന്ദർശിച്ച്, കണ്ണൂർ സന്ദർശിച്ച് ഈ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിൽ എത്തിയിരുന്ന ഒന്നാണ്. കണ്ണൂർ എന്ന് പറയുന്നത് RSSനെയും BJP-യെയും സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അവിടെ CPIM-മായി കായികമായ ഏറ്റുമുട്ടൽ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ P. ജയരാജനെ ആണെങ്കിൽ മുമ്പ് വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ചതാണ്. ആ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായിരുന്നു കൊല്ലപ്പെട്ട മനോജ്. അപ്പോൾ ഇത് വിശാലമായ അർത്ഥത്തിൽ ഈ കേസ് ഉപയോഗിച്ച് CPIM-നെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കണം എന്ന് കേന്ദ്ര ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടോ? ആദ്യത്തത് CBI ഒരു വലിയ കഴിവുള്ള ഏജൻസി ഒന്നുമല്ല എന്നുള്ള ഷംസീറിന്റെ അഭിപ്രായമുണ്ടല്ലോ. ആ അഭിപ്രായം CPM-ന്റെ അഭിപ്രായമാണോ എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. കാരണം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രതികളായിട്ടുള്ള 4 CPM പ്രവർത്തകന്മാര് കൊല്ലപ്പെട്ട കേസിൽ ആ കേസ് CBI അന്വേഷിക്കണമെന്ന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ CPM-ന്റെ നേതൃത്വമാണ്. അങ്ങനെ കഴിവില്ലാത്തൊരു അന്വേഷണ ഏജൻസിയാണ് CBI എങ്കിൽ എന്തിനാണ് ബുദ്ധദേവ് ഭട്ടാചാര്യെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള നേതാവ് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് പശ്ചിമ ബംഗാളിലെ CPM നേതാക്കന്മാരോട് ഷംസീർ എന്ന് ചോദിച്ച് സംശയ നിവൃത്തി വരുത്തിയാൽ മതി. രണ്ടാമത്തെ കാര്യം, CBI രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എങ്കിൽ ജയരാജനെ പ്രതിയാക്കുമല്ലോ, ബാക്കിയിട്ടില്ലല്ലോ. ഇന്നലെ കോടതിയിൽ CBI പറഞ്ഞല്ലോ ഇതുവരെ ജയരാജനെ പ്രതിയാക്കിയിട്ടില്ല. അപ്പൊ CBIക്ക് എന്താ രാഷ്ട്രീയമുള്ളത്? CBI തെളിവ് കിട്ടിയാൽ പ്രതിയാക്കും, തെളിവ് കിട്ടാത്തതുകൊണ്ട് ആക്കിയിട്ടില്ല. തെളിവ് കിട്ടിയാൽ ഏതൊരാളെയും പ്രതിയാക്കും. അത് P. ജയരാജനെയും പ്രതിയാക്കും, പിണറായി വിജയനെയും പ്രതിയാക്കും, സ്വാഭാവികമാണ്. രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ തെളിവില്ലാതെ പ്രതിയാക്കണം. തെളിവില്ലാത്തത് കൊണ്ട് ഇതുവരെ പ്രതിയാക്കിയിട്ടില്ല എന്ന് CBI പറഞ്ഞു കഴിഞ്ഞാൽ CBI കൃത്യമായിട്ട് അന്വേഷണം നടത്തുകയാണ്, രാഷ്ട്രീയം കളിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ആഭ്യന്തരമന്ത്രി വന്നത് മനോജ് ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമല്ല, RSSന്റെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. 3 പ്രാവശ്യം അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു, ഭാഗ്യവശാൽ രക്ഷപ്പെട്ടതാണ്. 4ാമത്തെ പ്രാവശ്യം മനോജ് കൊല്ലപ്പെടുന്നു. മനോജ് കൊല്ലപ്പെട്ടതിനു ശേഷവും കണ്ണൂർ ജില്ലയിൽ സമാധാനം സംരക്ഷിക്കാൻ വേണ്ടി ആണ് BJP-യുടെയും RSSന്റെയും പ്രവർത്തകർ ശ്രമിച്ചത്. ഒരു സംഘർഷം പോലും ഉണ്ടായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ RSSന്റെയും BJP-യും പ്രവർത്തകന്മാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി BJP നേതാവാണ് ആഭ്യന്തരമന്ത്രി, അദ്ദേഹം വന്നിട്ടുണ്ടാകും. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായ സമയത്ത് കൊല്ലപ്പെട്ട CPM പ്രവർത്തകന്മാരുടെ വീട്ടിൽ പോയിട്ടില്ലേ? അത് സ്വാഭാവികമാണ്. അങ്ങനെ ആഭ്യന്തരമന്ത്രി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നുള്ളത് കൊണ്ട് മനോജിന്റെ ബന്ധുക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI അന്വേഷിക്കുന്നു, ആ അന്വേഷണം നടക്കുന്നു. ഏത് ഘട്ടത്തിലാണ് BJP രാഷ്ട്രീയമായി ഇതിൽ ഇടപെട്ടിട്ടുള്ളത്? CPM പറയട്ടെ, ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ടോ?
CBI ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലിന് വിധേയമാവുന്നുണ്ട് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പോ പി ജയരാജൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നുണ്ടെങ്കിൽ പി ജയരാജന് ഇതിൽ പങ്കുണ്ട് എന്ന് CPM അറിയാം. CBIയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ എന്ന് CPM ഭയമുണ്ട്, സംശയമുണ്ട്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമാണ്. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടതായി തോന്നുമോ എന്ന് പണ്ട് കള്ളന്മാർ ഭയപ്പെട്ടതുപോലെ പി ജയരാജനും CPM ഭയപ്പെടുന്നു. ആ ഭയപ്പാട് ഞങ്ങളുടെ വഴിയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. മടിയിൽ കന്നമുള്ളവനെ വഴിയിൽ അതാണ് BJPയുടെ ഇക്കാര്യത്തിലെ നിലപാട്. തുടരുക ശ്രീ MD രമേശ്. ശ്രീ K സുരേന്ദ്രൻ, ഇവിടെ CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൊലപാതകിയായ വിക്രമന് പി ജയരാജനുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ വിക്രമന്റെ കുടുംബ പ്രശ്നത്തിലടക്കം പി ജയരാജൻ ഇടപെട്ട് നിവൃത്തിയുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവർ ഒരേ നാട്ടുകാരുമാണ്. പക്ഷേ അങ്ങനെ ഉള്ളതുകൊണ്ട് പി ജയരാജൻ്റെ നാട്ടുകാരനായ ഒരാൾ അല്ലെങ്കിൽ പി ജയരാജൻ്റെ സഹായിയായ ഒരാൾ ഒരു കൊലപാതകം ചെയ്താൽ അക്കാര്യത്തിൽ പി ജയരാജൻ ഗൂഢാലോചന നടത്തിക്കൊള്ളണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇവിടെ CBIയെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നു എങ്കിൽ ഗൂഢാലോചന കേസിൽ പി ജയരാജൻ ഇതിനോടകം ഒരു പ്രതിയാകുമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. പക്ഷേ അതുണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് പി ജയരാജന് ചാർത്തി കൊടുക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ? പി ജയരാജന് ഇതുവരെ പ്രതിയായിട്ടില്ലല്ലോ. പ്രതിയാകാത്ത CBI പി ജയരാജനെ പ്രതിയാക്കിയിട്ടില്ലല്ലോ ഇതുവരെ. ഇപ്പൊ പ്രതിയാകാത്ത ഒരാള് എന്തിനാണ് ഭയപ്പെടുന്നത് എന്നതേ ഇതിന്റെ അകത്തുള്ള പ്രശ്നമുള്ളൂ. പിന്നെ വിക്രമൻ കതിരൂര് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കതിരൂര് വെച്ച് നടന്ന ഒരു സംഭവത്തിൽ പരിക്ക് പറ്റിയ ഈ വിക്രമനെയും കൊണ്ട് തലശ്ശേരി സഹകരണ ആശുപത്രി, കണ്ണൂരിലെ AKG ആശുപത്രി, CPMന്റെ നേതൃത്വത്തിലുള്ള വിവിധ സഹകരണ ആശുപത്രികൾ, ഈ ആശുപത്രികളെല്ലാം വിട്ട് പയ്യന്നൂരിൽ, വടക്കേ അറ്റം പയ്യന്നൂരിൽ കൊണ്ടുപോയി അവിടെയുള്ള പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റായുള്ള ഒരു സഹകരണ ആശുപത്രിയിൽ വിക്രമനെ ചികിത്സിപ്പിക്കുന്നു. അവിടെ പേര് മാറ്റി കൊടുക്കുന്നു. ഡോക്ടറോട് പേര് മാറ്റണമെന്ന് നിർബന്ധിക്കുന്നു. ഡോക്ടർ തന്നെ CBI മുമ്പാകെ ആ കാര്യം പറയുന്നു. ഇതെല്ലാം ചില സാഹചര്യ തെളിവുകളായി മാറുകയാണ്. ഞങ്ങൾ അതുകൊണ്ടൊന്നും ജയരാജൻ ഈ കേസിലെ പ്രതിയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഈ ദിവസം വരെ പറഞ്ഞിട്ടില്ല. ആരാണ് ജയരാജൻ പ്രതിയാണ് എന്ന് സംശയിക്കുന്നത് ആരാണ്? ഷംഷീറും ജയരാജനും CPMുമാണ്. ഞങ്ങൾ ഇവിടെ സംശയിച്ചിരിക്കുന്നത്. ഞങ്ങൾ ജയരാജൻ പ്രതിയല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. CBI ആണെങ്കിൽ അദ്ദേഹത്തെ പ്രതിയായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തിന് നേരെ കിട്ടിയിരിക്കുന്ന തെളിവുകൾ വെച്ച് ഒരുപക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എന്തിനാണ് ഈ ഭയപ്പാട്? മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നത് ആരും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതൊരു റൈറ്റ് തന്നെയാണ്. ഷംഷീർ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യചിഹ്നം നിലനിൽക്കുന്നു. മറ്റൊന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഷംഷീറിനോട് തന്നെ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ മോഹൻ ഭഗവത്തും അതുപോലെ തന്നെ പിണറായി വിജയനും ചേർന്നുകൊണ്ട് ഒരു ചർച്ചയും കണ്ണൂരിലെ അക്രമങ്ങൾക്ക് അവസാനം കുറിക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടായി എന്നൊരു ധ്വനി ഉണ്ടായിരുന്നല്ലോ. ചർച്ച മോഹൻ ഭഗവത് ആഹ്വാനം ചെയ്യുന്നു, പിണറായി ഏറ്റെടുക്കുന്നു, പിണറായി ഉടനെ സമ്മതിക്കുന്നു, അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് പറയുന്നു. അതെല്ലാം എവിടെ എത്തി? അതും ഇതിന്റെ മധ്യത്തിൽ നടക്കുന്നുണ്ടോ എന്താണ് എന്നതിനെ പറ്റി, ആ വിഷയത്തെ പറ്റി ഷംഷീറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പൊതുസമൂഹത്തിന് കേൾക്കാമല്ലോ. ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു എന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു നാടകം അതിനു മുമ്പുണ്ടായത്? ജനം സംശയിക്കുന്നു. അതല്ലെങ്കിൽ ആ വ്യക്തത ഒന്ന് വ്യക്തത വരുത്തണം. അങ്ങനെ ഒരു ചർച്ചയുണ്ടോ, അല്ല ചർച്ച നടക്കുന്നുണ്ടോ, സ്വകാര്യമായ ചർച്ചയാണോ, രഹസ്യമായ ചർച്ചയാണോ, പരസ്യമായതാണോ എന്നതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അതുകൂടിയാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കൂടി CPIM വിശദീകരണം നൽകണമെന്നുള്ളത്. ശ്രീ N ഷംസീർ, അത് മാത്രമല്ല, ഇവിടെ പാർട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലയാണ് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു ശ്രീ K സുരേന്ദ്രൻ. അത് CBIയും പറഞ്ഞിട്ടുണ്ട്. കിഴക്കേ കതിരൂരിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ പയ്യന്നൂരിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ സ്ഫോടനത്തിൽ പരുക്കേറ്റ ഈ പ്രതിയെ ചികിത്സിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഏരിയ സെക്രട്ടറി നേരിട്ടാണ്, അദ്ദേഹം ഈ കേസിൽ പ്രതിയുമാണ്, ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അവിടെയുള്ള ഡോക്ടർക്ക് ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റെക്കോർഡുകളൊന്നും അവിടെ ഉണ്ടാകരുത് എന്ന് നിർദ്ദേശം കൊടുത്തു ഏരിയ സെക്രട്ടറി എന്നും CBI കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രദേശത്തെ ഒരു CPIM പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു കൂട്ടം CPIM പ്രവർത്തകർക്ക് ഒരു BJP കാരനോട് തോന്നുന്ന വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. പയ്യന്നൂരും തലശ്ശേരിയും രണ്ട് സ്ഥലങ്ങളാണല്ലോ, നല്ല ദൂരമുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഇത് ഒരു ജില്ലാ വ്യാപകമായ ഗൂഢാലോചനയും ഡിസൈനുമുള്ള കൊലപാതകമാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് സ്വാഭാവികമായും CBIM എത്തുക.
ഇവിടെ അതിനു മുമ്പ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് MT രമേശ് ചോദിച്ചു CBIയെ കുറിച്ച്. എനിക്ക് അനുഭവങ്ങളാണല്ലോ അഭിലാഷ് ഒരാൾക്കും പറയാൻ സാധിക്കുക. ഞങ്ങളിപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് അനുഭവത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും 4 വർഷമായി നാടുകടത്തപ്പെട്ടിരിക്കുകയാണ്. CBI എന്തോ മഹാസംഭവം കണ്ടെത്തി പിടിച്ചു എന്ന മട്ടിലാണ്. പക്ഷേ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് ലോകത്തിനറിയാം. CBIക്ക് ആ സംഭവങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ പ്രതികാരം കൂടി കേസുമായി ബന്ധപ്പെട്ടെന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഇവിടെ CBI എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് പറഞ്ഞ ഞാനല്ല രമേശ്, സൂചിപ്പിച്ചത് കോടതിയാണ്. ഞാനത് വീണ്ടും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ ചോദിക്കുന്നു ജയരാജൻ ഈ സിയർ, അയാൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും ജയരാജേട്ടൻ നാട് വിട്ട് ഒളിച്ചോടി പോയിരിക്കുകയാണെന്ന്. അദ്ദേഹം പൊളിറ്റിക്സിന്റെ കണ്ണൂരിന്റെ ലൈം ലൈറ്റിലുണ്ട്. അദ്ദേഹം CPIഎമ്മിന്റെ ആക്ടിവിസത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ മുൻകൈയിൽ കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനമാവട്ടെ, അതോടൊപ്പം തന്നെ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന അതൊക്കെ നടക്കട്ടെ ശ്രീ ഷംസീർ, ജില്ലാ സെക്രട്ടറി അതൊക്കെ ചെയ്യേണ്ടതാണല്ലോ. പക്ഷേ CBIക്ക് ഈ പ്രമാദമായ കേസിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങളെ നേരിടാൻ എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം, മറ്റൊന്നുമല്ല. ഇവിടെ അഭിലാഷ് ഞങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹം 7 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയമായല്ലോ. 7 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയമായി. ഇത് ലീഗൽ ഫൈറ്റാണ്. ഈ ലീഗൽ ഫൈറ്റിനകത്ത് ഞങ്ങൾ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. ഇവിടെ അദ്ദേഹം ഇപ്പോഴും ഞാൻ പറയണം, അദ്ദേഹം ഇവിടെ ഉണ്ട്. നിയമോപദേശകന്മാരുമായി സീനിയർ ലോയേഴ്സുമായി ആലോചിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? P. ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ ഷൂട്ടഡ് സൈറ്റ് വേണോ? അതാണ് നിങ്ങളുടെ ആവശ്യം? അല്ല, അങ്ങനെ ഒന്നും ആവശ്യമില്ലല്ലോ ശ്രീ ഷംസീർ. കൊലക്കേസുമായി ബന്ധപ്പെട്ട് CBI ഒരു നോട്ടീസ് എന്നെ 7 മണിക്കൂർ മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു പൗരന് നിർബന്ധം പിടിക്കാൻ സാധിക്കുമോ? CBIയെ സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങളുണ്ട്, കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനാണ് അവർ ജില്ലാ സെക്രട്ടറി നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നത്. പക്ഷേ അതിന് തയ്യാറാകുന്നില്ല. അതിന് 7 മണിക്കൂറിന്റെ കണക്ക് പറയുന്നത് ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഭയപ്പെടാനൊന്നുമില്ലാത്ത ആളുകൾക്ക് എത്ര മണിക്കൂർ ചോദ്യങ്ങൾ നേരിട്ടാൽ എന്താണ് കുഴപ്പം? അതിനൊക്കെ സമാധാനം പറഞ്ഞാൽ മതിയല്ലോ. CBI ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. അഭിലാഷ്, ഞങ്ങൾ ചോദ്യം ഇവിടെ ഉയർന്ന ചോദ്യം, ഇവിടെ CBIയുടെ പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത് ഹീസ് നോട്ട് ആൻ അക്യൂസ്ഡ്. അദ്ദേഹം ആസ് ഓൺ ഡേറ്റ് ഈസ് നോട്ട് ആൻ അക്യൂസ്ഡ്. അപ്പൊ പ്രതിയല്ലാത്ത ഒരാൾക്ക് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല. ആ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നു. ഇനി അതിന്റെ മുകളിൽ ഫർദർ സ്റ്റെപ്പ് എന്താണ്? അഭിലാഷ് പറയുന്നത് കേട്ട് P. ജയരാജനെ ഹാജരാക്കാൻ സാധിക്കില്ല. K. സുരേന്ദ്രൻ പറയുന്നത് കേട്ട് ഹാജരാക്കാൻ സാധിക്കില്ല. അദ്ദേഹം നിയമവിദഗ്ധന്മാരെ ഞങ്ങൾ ആലോചിക്കും. പിന്നെ ഞങ്ങൾക്കിതിൽ മടിയിൽ കനമൊന്നുമില്ല, ഭയപ്പെടേണ്ട കാര്യവുമില്ല. ഇത് പൊളിറ്റിക്കൽ എയിം ചെയ്തുകൊണ്ട് RSSന്റെ ചട്ടുകമായി ഇവിടെ CBI മാറുമ്പോൾ RSSന്റെ ചട്ടുകമായി മാറും എന്ന് മാത്രമല്ല, RSSന്റെ ശാഖകളിൽ നിന്നുള്ള നേതൃത്വമാണ് ഈ CBI ഡയറക്ട് ചെയ്യുന്നത്. അങ്ങനെയുണ്ടോ? RSSന്റെ കണ്ണൂർ ബൈഠക്കിൽ മോഹൻ ഭാഗവത് തന്നെ പങ്കെടുത്ത ബൈഠക്കിൽ ഇങ്ങനെ CPIഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ കേസിൽ കൊടുക്കാൻ ഒരു തീരുമാനമെടുത്തു എന്നാണ് CPIഎമ്മിന്റെ ആക്ഷേപം. എന്റെ അഭിലാഷേ, യാതൊരു വസ്തുതയുമില്ലാത്ത പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയല്ലേ എന്തോന്നത്? അതിന്റെ 2 മാസം മുമ്പ് എറണാകുളത്ത് ബൈഠക്ക് ഉണ്ടായിരുന്നു. അതില് മോഹൻജി ഭഗവത് അല്ല വന്നത്, സർക്കാർ വന്ന ബൈഠക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത മാസം വീണ്ടും ബൈഠക്ക് മലപ്പുറം ജില്ലയിൽ നടക്കാൻ വേണ്ടി പോകുന്നു. ഒരു സംഘടന CPM യോഗം ചേരും പോലെ RSSകാര് ബൈഠക്ക് നടക്കും, RSS ബൈഠക്ക് നടത്താറുണ്ട്. അത് സംഘടനാപരമായിട്ടുള്ള യോഗമല്ലേ? ആ സംഘടനാപരമായ യോഗം CBI ഉപയോഗിച്ച് CPMനെ തകർക്കാനാണ്. CPMനെ ഞങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് ആശയപരമായിട്ടാ, രാഷ്ട്രീയമായിട്ടാ. തിരിച്ചവരങ്ങനെ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഇവിടെ ഒരു കൊലക്കേസ് അന്വേഷിക്കുന്നു. ഞങ്ങൾ പറയുന്നത് ഈ ജയരാജൻ മുൻകൂർ ജാമ്യത്തിന് പോകുന്നതിനെ കുറിച്ചൊന്നും നമുക്ക് പരാതിയൊന്നുമില്ല, പോയിക്കോട്ടെ. പക്ഷേ എന്തുകൊണ്ട് ഒരു അന്വേഷണത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണല്ലോ ചോദ്യം. CBIയുടെ മുമ്പിൽ ഹാജരായി പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ ജയരാജന്. അതിനാ മാറി നിൽക്കുന്നത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒരു അന്വേഷണത്തിന് വിളിക്കുമ്പോൾ അതിന് പകരം അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ഹാജരാകുന്ന ഒളിച്ചോടാനാണ് സാധാരണ മുൻകൂർ ജാമ്യത്തിന് എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമ്പോഴാണ് ആളുകൾക്ക് സംശയം വരുന്നത്. അത് മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ CBIയെ ഒന്നിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. നേരത്തെ ഷംസീർ ഏതൊരു കൊലപാതക കേസിനെ കുറിച്ച് പറഞ്ഞു. അത് ഞങ്ങളല്ല ഷംസീർ എതിരെ കക്ഷി. കൊല്ലപ്പെട്ട ആളുടെ ഭാര്യയാണ് പരാതി കൊടുത്തത്. അതാണ് ഇവിടെ BJPക്കാരുടെ കൊലപാതകമായിരുന്നു എങ്കിൽ അങ്ങനെയും പറയാം. ഇവിടെ ഫസൽ എന്ന് പറയുന്ന LDFകാരനായ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ കേസിലും ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച പ്രതികൾ മാത്രമല്ല CBI അന്വേഷിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് CBIയോട് ദേഷ്യം തോന്നിയിട്ട് എന്താണ്? CBIക്ക് മുന്നിൽ വരുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാമല്ലോ.
ഇവിടെ അഭിലാഷ് CBIയുടെ മോഡ് ഓഫ് ഓപ്പറൻഡി നിങ്ങൾ നോക്കണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിനകത്ത് ഫസലിന്റെ കേസിനകത്ത് യഥാർത്ഥ പ്രതികളുടെ ലിസ്റ്റ് ഞാൻ വേണേൽ കാണിച്ചു തരാം, ഞങ്ങൾ പറഞ്ഞുതരാം. ചോദ്യം ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഈ പറയുന്ന പർട്ടിക്കുലർ കേസിൽ ഞാൻ അഭിലാഷിൽ ചോദിച്ച ചോദ്യമുണ്ട്. ഇവിടെ നമ്മുടെ തർക്കം അതല്ല. എങ്കിലും ശ്രീ എൻ ഷംസീർ, ഇക്കാര്യത്തിൽ ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രതികളെ കൂടാതെയുള്ള പ്രതികൾ കൂടി CBIയുടെ കണ്ടെത്തലിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടുത്തെ പോലീസ് കണ്ടെത്തിയ പ്രതികൾ മാറിയിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ആ കേസിനകത്ത് CBI ആണ് ഞങ്ങൾ പറയുന്നത്. ആ കേസിനകത്ത് ഇപ്പം ഞങ്ങളുടെ 2 നേതാക്കന്മാരെ തെറ്റായ രീതിയിൽ ഉൾപ്പെടുത്തിയെന്ന് ഇപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കൊലപാതകം ഇന്നിപ്പം യഥാർത്ഥ വസ്തുതകൾ അന്ന് പുറത്തു വന്നിരിക്കുന്നു. ആ വസ്തുതകൾ പുറത്തു വന്നപ്പം ഇവരെല്ലാം യഥാർത്ഥ പ്രതികളെന്ന് ബോധ്യപ്പെട്ടു. ഇനി രണ്ടാമത്തെ കാര്യം ഡുവൽ ജസ്റ്റിസിനെ കുറിച്ചാണ്. ഇവിടെ അഭിലാഷ്, ഈ മനോജിന്റെ കൊലപാതകത്തിന് ശേഷമാണ് വിനോദൻ കൊല്ലപ്പെട്ടത്. പി ജയരാജനെ പ്രതി ചേർക്കാൻ പറഞ്ഞ ന്യായം KK കതിരൂർ ഒരു പി ജയരാജന്റെ നാടാണ് ജയരാജന്റെ നാട്ടിൽ വെച്ച് കൊലപാതകം നടന്നാൽ ജയരാജൻ പ്രതി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ യുക്തി BJPയുടെ ജില്ലാ പ്രസിഡന്റ് സത്യപ്രകാശിന്റെ വീട്ടിനടുത്ത് വെച്ച് പള്ളിച്ചാൽ വിനോദൻ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടായില്ല? ഈ പറയുന്ന കോൺഗ്രസും RSS തമ്മിലാണ് അലയൻസ്, ഞങ്ങൾ തമ്മിലല്ല. ഈ പറയുന്ന പ്രേമൻ കൊലപാതകത്തിലും പള്ളിച്ചാൽ വിനോദൻ കൊലപാതക കേസിലും പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം ലഭിക്കാൻ ആവശ്യമായ സാഹചര്യം ഈ പ്രോസിക്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ സഹായം ചെയ്തു കൊടുത്തു. അതിനൊരു അവസാനം ഉണ്ടാകില്ല. എന്തായാലും കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം സംബന്ധിച്ച വാഗ്വാദങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. പി ജയരാജന് മുൻകൂർ ജാമ്യം നൽകാൻ തയ്യാറായിട്ടില്ല തലശ്ശേരിയിലെ സെഷൻസ് കോടതി. ഇക്കാര്യത്തിൽ പി ജയരാജൻ CBIയുടെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമാണ് പി ജയരാജൻ ഹാജരാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് CPIഎമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എൻ ഷംസീർ, ശ്രീ MT രമേശ്, ശ്രീ K സുരേന്ദ്രൻ. മറ്റൊരു വിഷയത്തിലേക്ക്. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത്തിനും സഹപാഠികൾക്കുമെതിരെ നടപടിക്കായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി തെളിയിക്കുന്ന കത്തുകൾ പുറത്തുവന്നു. ബന്ദാരു ദത്താത്രേയയുടെ കത്തിൽ വിശദീകരണം തേടിക്കൊണ്ടായിരുന്നു മന്ത്രാലയം തുടർച്ചയായി കത്തുകൾ അയച്ചുകൊണ്ടിരുന്നത്. VCയും മന്ത്രിയും രാജിവെക്കണമെന്ന് സർവകലാശാല സന്ദർശിച്ച രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് നടന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. രോഹിത് വിമൽ ഉൾപ്പെടെ 5 അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകരെ ഹൈദരാബാദ് സർവകലാശാല സസ്പെൻഡ് ചെയ്തത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന വിദ്യാർത്ഥികളുടെ ആരോപണം ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന കത്തുകൾ. ക്യാമ്പസിലെ ABVP പ്രവർത്തകരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ നൽകിയ കത്തിന് മറുപടി നൽകണമെന്ന നിർദ്ദേശത്തോടെയായിരുന്നു സെപ്റ്റംബർ 3-ന് മന്ത്രാലയം സർവകലാശാലയ്ക്ക് ആദ്യ കത്തയച്ചത്. വിവരങ്ങൾ വേഗത്തിൽ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബറിലും നവംബറിലും മന്ത്രാലയം 6 കത്തുകൾ അയച്ചു. അതേസമയം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയറിയിച്ച് ക്യാമ്പസിലെത്തിയ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി രോഹിത് വിമലയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. സംഭവം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അധികാര ദുർവിനിയോഗം നടത്തിയ കേന്ദ്രമന്ത്രിയും VCയും സ്ഥാനമൊഴിയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. But the conditions for his suicide have been created by the Vice Chancellor and the Minister and the institution. ചെന്നൈ, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിലെ വിവിധ സർവകലാശാലകളിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയും സാമൂഹ്യനീതി മന്ത്രി താവർചന്ദ് ഗെഹ്ലോട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനി അരുന്ധതി, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് V ശിവദാസൻ, ABVP സംസ്ഥാന സെക്രട്ടറി A പ്രസാദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം അരുന്ധതി, വളരെ ശക്തമായ സമ്മർദ്ദം കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൽ നിന്ന് ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ എന്നുള്ളതാണ് ഇന്ന് വ്യക്തമാകുന്ന വിവരം. 6 തവണ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് HRD മന്ത്രാലയത്തിൽ നിന്ന് അത് സംബന്ധിച്ച നിർദ്ദേശം കത്തായി പോയിരുന്നു. എന്താണ് അവിടെ നിന്ന് നിങ്ങൾ വിദ്യാർത്ഥികൾ സംശയിക്കുന്നത്? ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതപ്രകാരം നടത്തപ്പെട്ട ഒരു നടപടിയായിരുന്നു? ഞങ്ങൾക്ക് യാതൊരു തരത്തിലും സംശയമില്ല. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയമാണ് കൊലയാളികളിൽ ആദ്യത്തേത്. അതിനുശേഷമാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ പോലും എത്തുന്നത്. സ്മൃതി ഇറാനി 1ാമത്തെ കൊലയാളിയാണ്. ഇവിടെ ദത്താത്രേയ എന്ന് പറയുന്ന മന്ത്രിക്ക് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ട് എന്തുതരം ബന്ധമുണ്ടായിട്ടാണ് ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള
ഒരു തരത്തിലും പൊളിറ്റിക്സ് കൈകടത്താൻ പാടില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിലെ കാര്യത്തെക്കുറിച്ച്, അതും ഒരിക്കൽ പോലും ഇവിടെ വരികയോ ഇവിടുത്തെ അവസ്ഥകൾ കാണുകയോ ചെയ്യാതെ കെട്ടിച്ചമച്ചൊരു പദ്ധതിയിന്മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുക, വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന്. അതും ഏതെങ്കിലും വിദ്യാർത്ഥികളല്ല, കൃത്യമായി അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനെതിരെ അവർ ഭയന്നത് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിനെ തന്നെയാണ്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, അംബേദ്കറിസത്തെ കൊല്ലാൻ വേണ്ടിയാണ്. അതിനുള്ള ഗൂഢാലോചനയായിരുന്നു. അതിലവർ ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ രോഹിതിനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിൽ അരുന്ധതി ഒരു അന്വേഷണത്തിന് ശേഷം, ഒരു അന്വേഷണ സമിതി വെച്ച് അതിൻ്റെ അന്വേഷണത്തിന് ശേഷമാണ് ഈ 5 വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ ABVP നേതാവ് മർദ്ദനത്തിനിരയാവുകയും അയാളിൽ നിന്ന് മാപ്പ് എഴുതി വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ തന്നെ 2 വാദങ്ങളുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ താങ്കൾക്ക് ബോധ്യമുള്ളത് എന്താണ്? അതായത് സെപ്റ്റംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. മുസാഫർ നഗർ ബാക്കി ഹേ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ദില്ലിയിൽ പ്രദർശിപ്പിക്കുന്നതിൽ ABVP പ്രതിഷേധിക്കുന്നു. അതിനെതിരായി രാജ്യമെമ്പാടും നമ്മൾ ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നു. അത്തരമൊരു പ്രദർശനമാണ് ഇവിടെ നടന്നത്. അതിനുശേഷം അംബേദ്കർ സ്റ്റുഡന്റ് അസോസിയേഷന്റെ പ്രവർത്തകരെ ഗുണ്ടകൾ എന്ന് വിളിച്ചുകൊണ്ട് ABVPയുടെ പ്രസിഡന്റ് സുശീൽ കുമാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും അത് അങ്ങേയറ്റം അപലപനീയമാണെന്നും ആ പോസ്റ്റ് തെറ്റാണെന്നും അതിന് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് അംബേദ്കർ സ്റ്റുഡന്റ് അസോസിയേഷൻ വിദ്യാർത്ഥികൾ സുശീൽ കുമാറിനെ സമീപിക്കുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അവര് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറെ കൂട്ടിക്കൊണ്ടാണ് സുശീലിന്റെ അടുത്തേക്ക് പോയത്. സെക്യൂരിറ്റി ഓഫീസറിന്റെ മുൻപിൽ വെച്ചാണ് സുശീൽ മാപ്പ് എഴുതുന്നത്. ആ മാപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ സെക്യൂരിറ്റി ഓഫീസറുടെ ഒപ്പുമുണ്ട്. യാതൊരു തരത്തിലുള്ള വയലൻസും അവിടെ നടന്നിട്ടില്ല. പിറ്റേന്ന് നമ്മളൊക്കെ കാണുന്നത് സുശീൽ കുമാർ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി അവിടെ നിന്ന് കുറെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ആക്രമണം നടന്നു എന്ന പേരിൽ. ഓർക്കുക, നമ്മൾ അർച്ചന ആശുപത്രിയെ സമീപിക്കുകയും അവർ പറയുകയുണ്ടായി അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് സുശീൽ കുമാറിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതും യാതൊരു തരത്തിലുമുള്ള മുറിവുകളോ യാതൊന്നും സുശീലിന്റെ ദേഹത്തില്ല എന്നുള്ളത് വളരെയധികം പ്ലാൻ ചെയ്ത് നടത്തിയ ഒന്നായിരുന്നു അത്. പിന്നെ ദത്താത്രേയ എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു ഇൻസിഡന്റിനെ കുറിച്ച് വിവരം ഉണ്ടാകുന്നത്? തീർച്ചയായും അരുന്ധതി, ഇത് എന്തായാലും കേന്ദ്ര സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള ഇടപെടലിന്റെ കൂടി ഫലമാണ്. അതിപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രം നടക്കുന്നതല്ല. മുമ്പ് മദ്രാസ് IITയിൽ മറ്റ് സ്വയംഭരണ പദവി തന്നെയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഭരണകൂടം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയ അജണ്ടയും നടപ്പാക്കുകയായിരുന്നു. സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും അതിന് പുറത്തല്ല എന്നാണോ വ്യക്തമാകുന്നത്? വളരെ ചുരുക്കി. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കേന്ദ്രമന്ത്രി ഓട്ടോണമസ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലേക്ക് ഇടപെടുമ്പോൾ സ്മൃതി ഇറാനിയുടെ MHRDയിൽ നിന്ന് 4 കത്തുകൾ നിരന്തരമായി വൈസ് ചാൻസലർക്ക് എത്തുകയും അതിൽ എടുത്തു പറയുന്നുണ്ട് ശ്രീ സുശീൽ കുമാർ എന്ന PhD വിദ്യാർത്ഥിക്ക് ഉണ്ടായ അപമാനത്തിൽ നിങ്ങൾ എത്രയും വേഗം നടപടിയെടുക്കണം. ഐ റിക്വസ്റ്റ് യു ടു ലുക്ക് ഇൻ ടു ദ മാറ്റർ പേഴ്സണലി എന്ന് തന്നെ വൈസ് ചാൻസലർക്ക് എഴുതി വെച്ചിട്ടുള്ള കത്തുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത്രത്തോളം താല്പര്യം എന്തുകൊണ്ട് MHRDക്ക് ആ ചോദ്യം രാഷ്ട്രീയമായി ഉന്നയിക്കുകയാണ്. തുടരുക ദയവായി. ശ്രീ V ശിവദാസൻ, ഇവിടെ ഭരണകൂടം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിനേക്കാൾ അപ്പുറത്ത് ദളിത് വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരിടേണ്ടി വരുന്ന അന്യവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തോന്നുന്നു. ഇതേ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മുൻപ് 2008 ഒരു ഗവേഷക വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും സമാനമായ അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ അത്ര കണ്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഇത് ഇവിടെ നേരിടുന്ന ഒരു എക്സ്ക്ലൂഷന്റെ കൂടി പ്രശ്നമല്ലേ? ഇവിടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിഷയങ്ങൾ അരുന്ധതി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അവിടുത്തെ ചെയർമാൻ മലയാളി കൂടിയായിട്ടുള്ള സുഹൈൽ ഇതിനെക്കുറിച്ചൊരു കുറിപ്പെഴുതിയത് കൂടി ഞാൻ വായിക്കുകയുണ്ടായി. ഇവിടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമായി ഇത് ഒതുങ്ങുന്നില്ല. നേരത്തെ IITയിൽ, ചെന്നൈ IITയിൽ ഇതേ സ്മൃതി ഇറാനി തന്നെയാണ് കത്തയച്ചത്. അവരെഴുതിയ ലെറ്ററിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീനിനോട് ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് അംബേദ്കർ പെരിയാർ സ്റ്റഡി സർക്കിളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു. ഇങ്ങനെ ആരൊക്കെ ഈ ഗവൺമെൻറ്റിനെതിരെ, സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദിക്കുന്നുണ്ടോ അവർക്കെതിരെയെല്ലാം നടപടിയെടുപ്പിക്കുന്നതിന് വേണ്ടി, അവരെയെല്ലാം വ്യക്തിപരമായി തേജോവധം ചെയ്യിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ മാനവവിഭവശേഷി വകുപ്പ് മന്ത്രാലയം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ശബ്ദിച്ചാൽ
ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ ദേശവിരുദ്ധരായി ജനാധിപത്യ വിരുദ്ധരായി സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്ന ശക്തികളായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആത്മഹത്യകളുടെ പെരുമഴയാണ്. IIT-കളിൽ നിരവധിയായിട്ടുള്ള ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 36 വിദ്യാർത്ഥികളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഈ ചെറിയ കാലയളവിനകത്ത് ആത്മഹത്യ. തീർച്ചയായും അതിലേക്ക് വരാം. അതിന് മുൻപ് ശ്രീ എ പ്രസാദ് ഇന്ന് കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാര്യം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലിനെ പറ്റിയാണ്. നോക്കൂ, വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ക്യാമ്പസുകളിൽ പ്രശ്നമുണ്ടാകുക എന്നുള്ളത് അസാധാരണമായ ഒന്നല്ല. ABVP-യും മറ്റു വിദ്യാർത്ഥി സംഘടനകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കും. അതിൽ പക്ഷേ കേന്ദ്ര സർക്കാർ ഇടപെടുക, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയ അജണ്ട ആ ക്യാമ്പസുകളിലൊക്കെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഹൈദരാബാദിൽ നടന്നിട്ടുള്ളത്. ഇത് എന്തുതരം കീഴ്വഴക്കമാണ്? ക്യാമ്പസുകളെയൊക്കെ ഇങ്ങനെ ഭരണകൂടം പിടിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമായ ഒന്നാണോ? ABVP-യുടെ നിലപാട് സൂചിപ്പിക്കുന്നതിന് മുൻപ് ABVP-യുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്തുകയാണ്. എന്തിൻ്റെ പേരിലായാലും ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് കാരണമായിട്ടുള്ള എല്ലാ കാരണങ്ങളും പുറത്തു കൊണ്ടുവരണം, അതിൻ്റെ ഗൂഢാലോചനകൾ അന്വേഷിക്കണം എന്നു തന്നെയാണ് ABVP-ക്ക് പറയുവാനുള്ളത്. 2, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന പേരിൽ, എന്ന ബാനറിൽ കുറേ കാലങ്ങളായിട്ട്, സ്വാഭാവികമായിട്ടും ഇനി അരുന്ധതിയെ നമ്മളിനി പറയേണ്ട ആവശ്യമില്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം, ഇടതുപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. SFIയുടെ യൂണിറ്റ് തൊട്ട് വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ്. SFIയുടെ അനുഭാവിയാണ്. സ്വാഭാവികമായിട്ടും അവരെ ഒരു നിഷ്പക്ഷ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിലുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. 2, അവിടെ നടന്നിട്ടുള്ള സംഭവം എന്താണ്? ആ വിദ്യാർത്ഥി മരിച്ചതിനെ അത് തെറ്റാണ്, അത് അവരുടെ ആത്മഹത്യയെ അന്വേഷിക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ABVP. അത് ആരായാലും പുറത്തു കൊണ്ടുപോകണം. അതിൽ ഒരു രാഷ്ട്രീയവും കലർത്താൻ പാടില്ല, അവിടെ ജാതി കലർത്താൻ പാടില്ല, മതം കലർത്താൻ പാടില്ല. ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംവരണങ്ങളും ഒക്കെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊണ്ടുവരണം അന്വേഷണത്തിലൂടെ എന്ന് തന്നെയാണ് ABVP-ക്ക് പറയാനുള്ളത്. 2, യാക്കൂബ് മേമൻ എന്ന് പറയുന്ന ഒരാളെ തൂക്കിൽ കൊന്നപ്പോൾ ആ വധശിക്ഷ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി നടന്നപ്പോൾ, മുംബൈയിൽ നടന്നിട്ടുള്ള സ്ഫോടന പരമ്പരകളിൽ മതം നോക്കാതെ നിരവധി ആളുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചപ്പോൾ, ആ മനുഷ്യനെ തൂക്കിക്കൊന്നപ്പോൾ ആ മനുഷ്യനെ പോലുള്ള 1000 ആളുകളെ ഓരോ വീടുകളിൽ നിന്നും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റികളിൽ സമരം വിളിച്ചവരാണ് SFIയും SFIക്ക് അനുബന്ധമായി പറയുമെങ്കിലും യാക്കൂബ് മേമന്റെ തൂക്കിക്കൊലയോട്, യാക്കൂബ് മേമൻ ഒരു ഇന്ത്യൻ പൗരനാണല്ലോ, അയാളുടെ തൂക്കിക്കൊലയോട് പ്രതികരിക്കാനുള്ള അവകാശം ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കില്ല എന്ന് നിങ്ങൾ ശഠിക്കരുത്. ഇവിടെ പ്രശ്നം അത്ര ചെറുതല്ല. ABVP-ക്ക് ഈ പ്രതിഷേധത്തെക്കുറിച്ച് വിയോജിപ്പുണ്ടാകാം, ABVP അത് പ്രകടിപ്പിക്കുകയും വേണം. പ്രശ്നം ഇവിടെ ഭരണകൂടം ഇടപെടുന്നതാണ്. ABVP-യെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പറഞ്ഞു പോകാം എന്നതിനപ്പുറത്ത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വിയോജിപ്പുള്ള പ്രസ്ഥാനങ്ങളെയും ആളുകളെയും ഒക്കെ ഉന്മൂലനം ചെയ്യുന്നതാണ് പ്രശ്നം. അല്ലല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടപെടുവാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ ഹനിക്കുന്നില്ല. പക്ഷേ എനിക്ക് പൂർത്തിയാക്കാനുള്ള അവസരം തരണം എന്ന് ക്ഷമാപൂർവ്വം ആവശ്യപ്പെടുകയാണ്. യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയ സമയത്ത് ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിനല്ല നിഷേധിച്ചത്. യാക്കൂബ് മേമനെ പോലെ ആയിരക്കണക്കിന് ആളുകളെ, ഇന്ത്യൻ ജനതയെ ചുട്ടുകരിക്കുന്ന ആളുകളെ ഇന്ത്യൻ സമൂഹത്തിൽ സൃഷ്ടിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം അരുന്ധതി ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ HRD മിനിസ്റ്റർക്ക് അയച്ച കത്തിൽ പറയുന്നതും ജാതീയമായ ദേശവിരുദ്ധരായ ആളുകളുടെ കൂട്ടായ്മ ഈ XU ക്യാമ്പസിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് യാക്കൂബ് മേമന്മാരെ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനം ആ ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അക്കാര്യത്തിൽ, താങ്കൾ അവിടുത്തെ വിദ്യാർത്ഥിനിയാണല്ലോ, എന്താണ് യാക്കൂബ് മേമന്റെ വിഷയത്തിൽ അവിടെ സംഭവിച്ചത്? ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ നാഷണലിസം ഉൽപ്പാദിപ്പിച്ചു വിടാനുള്ള ഫാക്ടറികളല്ല ഇവിടുത്തെ സർവകലാശാലകൾ. സ്വതന്ത്ര ചിന്തയുടെ ഇടമാണിത്. സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ഹിംസയാണ് വധശിക്ഷ. അതിനെ ഏത് രീതിയിലും എതിർക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. യാക്കൂബ് മേമൻ എന്ന വ്യക്തിയല്ല, അത് ആരായാലും തൂക്കിക്കൊല എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട സമ്പ്രദായത്തിനെതിരെയാണ് പ്രതിഷേധം ഉണ്ടായത്. ഇനി ആരെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾ വിധിച്ചാലും ഞങ്ങൾ പ്രതിഷേധിക്കും. അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ആന്റി നാഷണൽ ആക്കിയാൽ അത് ഞങ്ങളുടെ വിഷയമില്ല. പിന്നെ മറ്റൊന്ന്, ഈ വിഷയം ഈ പ്രോക്ടർ കമ്മിറ്റി, അതായത്
വിദ്യാർത്ഥികളുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട പ്രോക്ടറൽ കമ്മിറ്റിയുടെ ആദ്യത്തെ ചർച്ചകളിൽ ഒന്നും ഉയർന്നു വരാതിരുന്ന ഒരു വാദമാണ് ഈ യാക്കൂബ് മെമൻ വിഷയം. ദത്താത്രേയ കത്തെഴുതുമ്പോൾ മാത്രമാണ് അത് കടന്നു വരുന്നത്. എന്തുകൊണ്ട്? കാരണം അതിനകത്ത് മാത്രമേ നിങ്ങൾക്ക് നിയമപരമായി നടപടിയെടുക്കാനുള്ള ഒരു പഴുതെങ്കിലും കിട്ടുന്നുള്ളൂ. ശരി, അങ്ങനെ ഒരു കാര്യമാണ് ആരോപിക്കുന്നത്. 2008 സെന്തിൽ കുമാർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് നിയോഗിച്ച വിനോദ് പാവറാല കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദലിത് വിദ്യാർത്ഥികൾ ബോധപൂർവമായ വിവേചനം നേരിടുന്നു എന്നുള്ളതാണ്. അത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മാത്രം ബാധകമല്ല. ഇന്നലെ മരിച്ച ഈ സുഹൃത്തിൻ്റെ കത്തിലും സൂചിപ്പിക്കുന്നത് ഞാൻ ജനിച്ചത് തന്നെ കുഴപ്പമായി പോയി, അതാണ് ഏറ്റവും വലിയ തെറ്റ്, ഞാൻ അന്ന് മുതൽ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ ഇവർ നേരിടുന്ന വലിയ അന്യവൽക്കരണമുണ്ട്. അതാദ്യം പരിഹരിക്കണം. കേവലമായ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് വളരെ വളരെ ഗൗരവമായ പഠനം അർഹിക്കുന്ന ഒന്നല്ലേ ആ സ്ഥിതിവിശേഷം? തീർച്ചയായും അഭിലാഷ്, ക്യാമ്പസുകൾക്കകത്ത് വലിയ അന്യവൽക്കരണമാണ്, വലിയ നിലയിലുള്ള അന്യവൽക്കരണം. ക്യാമ്പസുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് സമ്പന്നർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസുകൾ, മറ്റൊന്ന് സമൂഹത്തിലെ ദരിദ്രരുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആവട്ടെ, അവിടങ്ങളിൽ രണ്ട് തരക്കാരും ക്ലാസ് മുറികളിലുണ്ട്. നിങ്ങൾ കാണേണ്ടത്, ഒരു വിഭാഗം ഓടി കാറുകളിലെത്തുന്നു, മറുവിഭാഗത്തിന് റോഡിലൂടെ നടക്കാൻ പോലുമുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്തവർ. ഇങ്ങനെ രണ്ട് തരത്തിൽ തരംതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗം ഭൂരിപക്ഷവും ദളിതരാണ്. ദളിതർ തന്നെ വരുന്നതിൽ ഭൂരിപക്ഷവും റിസർവേഷൻ്റെ ആനുകൂല്യത്തിലാണ് അവർ കടന്നു വരാൻ പറ്റുന്നത്. കാരണം സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളിലാണ് ഇവർക്ക് കടന്നു വരാൻ തന്നെ പറ്റുന്നത്. ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യം കലാലയത്തിനകത്ത് നിലനിൽക്കുകയാണ്. ഇതിന് എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കാൻ പറ്റുക? ഇതിന് മാറ്റമുണ്ടാക്കണമെങ്കിൽ സമൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം, ഒരു ആൾട്ടർനേറ്റീവ് ബദൽ രാഷ്ട്രീയ നയം ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട്. കോൺഗ്രസ് BJPയുടെ നയത്തിനെതിരായിട്ട് വരുമ്പോൾ നിങ്ങൾ കാണേണ്ടത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. രാജ്യത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങൾ കോൺഗ്രസ് UPAയുടെ ഭരണകാലത്തും NDAയുടെ ഭരണകാലത്തും ഇത് തുടരുകയാണ്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ പ്രസാദ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായിരിക്കുന്നു. ഇവിടെ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനാണ് ഇത്തരത്തിലുള്ള ഭരണകൂട ഭീഷണിയും അതിനെ തുടർന്നുള്ള ആത്മഹത്യയും നേരിടേണ്ടി വന്നത്. മുൻപ് മദ്രാസ് IITയിൽ അംബേദ്കർ പെരിയാർ സ്റ്റഡി സർക്കിളിനെ സംബന്ധിച്ചും ഇതേ തരത്തിലുള്ള അനുഭവം അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. അവിടെയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയമാണ് IITയുടെ അധികാരികളെ കൊണ്ട് നടപടിയെടുപ്പിച്ചത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ഉയർന്നു വരുന്ന ദലിത് രാഷ്ട്രീയത്തോട് എന്തിനാണ് കേന്ദ്ര ഭരണകൂടത്തിനും അതിന് നേതൃത്വം നൽകുന്നവർക്കും ഇത്ര അസഹിഷ്ണുത? അല്ല, ഉയർന്നു വരുന്ന ദളിത് മുന്നേറ്റങ്ങളോടല്ല അസഹിഷ്ണുത. മുന്നേറ്റങ്ങളോട് ഉയർന്നു വരാനുള്ള ദളിതരെ പിന്നോട്ട് അടിച്ചമർത്തിക്കൊണ്ട് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. രണ്ട്, ഇത്തരം ആൾക്കാരെ ഉയർന്നു വരണമെങ്കിൽ ഈ മരണപ്പെട്ടുപോയിട്ടുള്ള ആത്മഹത്യാപരമായി മരണപ്പെട്ടുപോയിട്ടുള്ള രോഹിത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ശിവദാസൻ നടപ്പിലാക്കിയാൽ മതി. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റോ പ്രസിഡന്റോ ഒക്കെ ആവണമെങ്കിൽ അവിടെ ദളിതനല്ലായിരിക്കണം. ഫേസ്ബുക്കുകളിൽ റിസർവേഷൻ എതിരായിട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് ഇതേ മരണപ്പെട്ട രോഹിത് ഫേസ്ബുക്കിന്റെ വാളിൽ കുറിച്ചിട്ട വരികൾ ഇന്നും അവിടെ മായാതെ കിടക്കുന്നുണ്ട്. ശിവദാസൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അതൊന്ന് നോക്കിയാൽ മാത്രം മതി. ഇത്തരം ഉന്നതമായ സ്ഥാനങ്ങളിൽ മുഖ്യധാരയിലേക്ക് ഇവർക്ക് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം, ഇവരെ വളർത്തിക്കൊണ്ടുവരണം. അതൊരു സംവിധാനത്തിന്റെ പ്രശ്നമാണ് ശ്രീ പ്രസാദ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ ക്യാമ്പസുകൾ എന്തുകൊണ്ട് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അന്യവൽകൃതമായ സ്ഥലമാകുന്നു എന്നുള്ളത് തീർച്ചയായും ഗൗരവമുള്ള പഠനം അർഹിക്കുന്ന, ഗൗരവമുള്ള പരിഹാരം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ഡോക്ടർ ശിവദാസൻ, അരുന്ധതി ചർച്ചയിൽ പങ്കെടുത്തതിന്.